ഒന്ന് കൊരിന്തോസ് 3:16 നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അത്യുന്നത ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നത് എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവ് സർവശക്തനായ ദൈവം നമ്മിൽ വസിക്കുന്നു എന്നറിയുമ്പോൾ സത്യത്തിൽ നാം ഭയന്നു വിറയ്ക്കേണ്ടതല്ലേ? നശ്വരമായ നമ്മുടെ ശരീരത്തെ അനശ്വരമാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം എത്രയധികം വിലമതിക്കണം. നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ നാം ആരാധിക്കണം, അവനെ ബഹുമാനിക്കണം, അവിടുത്തോട് സംസാരിക്കണം, നിരന്തര സാമീപ്യം അനുഭവിക്കണം. നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവുമായി വ്യക്തിബന്ധം നാം സ്ഥാപിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ ചോദിക്കുന്നു, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവായ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കണം. നമ്മുടെ ശരീരം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:1 പറയുന്നു, ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അവിടുന്ന് നമ്മെ ഏറ്റെടുക്കും. നമ്മുടെ ഉള്ളിലെ ദൈവത്തെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നവമായ ഒരു ധൈര്യവും വിശ്വാസവും ശക്തിയും നമുക്ക് അനുഭവപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, അവാച്യമായ നെടുവീർപ്പുകളോടെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയെ വേണ്ട വിധം അറിയുവാനും അങ്ങയെ സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ അജ്ഞതയിൽ അവിടുത്തെ ജ്ഞാനം നിറയ്ക്കണമേ. ഞങ്ങളുടെ ശരീരത്തെ അവിടുത്തെ വിശുദ്ധി കൊണ്ട് പൊതിയണമേ. ഞങ്ങളുടെ ആത്മാവിൽ അവിടുത്തെ സ്നേഹം ചൊരിയണമേ. ആമേൻ. സുഹൃത ജപം. ഞാൻ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്.